വിവാദ ചിത്രം കേരള സ്റ്റോറി രണ്ടാം ഭാഗത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് സർക്കാരും പ്രതിപക്ഷവും. കേരളത്തെ അപമാനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചാരണം നടത്താനാണ് നീക്കം. ചിത്രത്തിനെതിരെ SFIയുടെ പ്രചാരണത്തിന് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നല്ല ചൂട് പൊറോട്ടയും ബീഫും വിളമ്പിയാണ് പ്രതിഷേധം. സാന്ത്വന സാജു ഉണ്ട്. സാന്ത്വന സാജു, വെരി ഗുഡ് മോർണിംഗ്. നല്ല ചൂട് പൊറോട്ടയും ചൂട് ബീഫും എപ്പോഴാണ് സാന്ത്വനയും എല്ലാവരും കഴിക്കാൻ പോകുന്നത്? അരുൺ, വിവാദ ചിത്രമായ കേരള സ്റ്റോറി അതിന്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ തന്നെ നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ടതിന് സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും ഒക്കെ തന്നെയാണ് ഈ രണ്ടാം ഭാഗത്തും ചിത്രത്തിനെതിരെ ഉയർന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വരികയും ചെയ്തത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. ആ ട്രെയിലർ കണ്ട ആളുകൾക്കാണെങ്കിൽ അറിയാം, അതിൽ ഈ ട്രെയിലറിൽ കാണിക്കുന്നത് മലയാളിയായ ഒരു ഹിന്ദു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന ഒരു രംഗമാണ് ആ ട്രെയിലറിൽ ഉള്ളത്. വലിയ വിമർശനങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ട്രോളും ഒക്കെ തന്നെയും ഇതിനോടകം തന്നെ ആ ഒരു ട്രെയിലറിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ സിനിമയ്ക്കെതിരെയുള്ള ഒരു പ്രതിഷേധം എല്ലായിടത്തു നിന്നും ഉയരുകയാണ്. പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധവും സിനിമയ്ക്കെതിരെ ഉയരുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ രണ്ടാം ഭാഗത്തിന്റെ ടീസർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ സജി ചെറിയാൻ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നതാണ്. കേരളത്തിന്റെ മതേതര മനസാക്ഷിക്കെതിരെ ഉള്ള ഒരു ചിത്രമാണ് ഇത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഓരോ ജനങ്ങളും ഒറ്റക്കെട്ടായി ഈ ചിത്രത്തിനെതിരെ നിൽക്കണം എന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അന്ന് മന്ത്രി സൂചിപ്പിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ SFI കൂടി സമര രംഗത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് കടന്നിരിക്കുന്നത്. പൊറോട്ടയും ബീഫും വിതരണം ചെയ്തുകൊണ്ട് പ്രതിഷേധിക്കാനാണ് SFIയുടെ തീരുമാനം. വരണം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വെറൈറ്റി പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് എന്തായാലും SFI കടന്നിരിക്കുന്നത്. ഇന്നതിന്റെ ആദ്യഘട്ടം എന്നോണം മാനവീയം വീതിയിൽ അവർ പൊറോട്ടയും ബീഫും വിതരണം ചെയ്യും. നല്ല ചൂട് പൊറോട്ടയും ബീഫും എന്നാണ് ഈ ഒരു പ്രതിഷേധത്തിന് എന്തായാലും പേരിട്ടിരിക്കുന്നത്. വൈകുന്നേരം 6 മണിക്കാണ് മാനവീയം വീതിയിൽ ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. ഈ പ്രതിഷേധത്തിന് ശേഷം മറ്റ് ക്യാമ്പസുകളിലേക്ക് കൂടി കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് കൂടി ഒരു പ്രതിഷേധം വ്യാപിപ്പിക്കാൻ പൊറോട്ടയും ബീഫും വിതരണം ചെയ്ത് പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് SFI ഉള്ളത്. അത് മാത്രമല്ല കേരളത്തിന്റെ ദ റിയൽ സ്റ്റോറി ഇതല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സാമൂഹിക മാധ്യമങ്ങൾ വഴി കൂടുതൽ പ്രചരണം നടത്താനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് പ്രതിപക്ഷവും അതുപോലെ തന്നെ സർക്കാരും ഒക്കെ തന്നെയും എത്തിയിരിക്കുന്നത്. പൊതുജനങ്ങളാണെങ്കിലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം തന്നെയാണ് നടത്തി വരുന്നത്. അതിനിടെയാണ് അരുൺ ഇത്തരത്തിലുള്ള പ്രതിഷേധം കൂടി ശക്തമാകുന്നത്. നല്ല ചൂട് പൊറോട്ട സാന്ത്വന, നല്ല ചൂട് ബീഫിനകത്ത് ഇങ്ങനെ അങ്ങോട്ട് മുക്കിയിട്ട് നല്ല ചൂട് ചായയോട് കൂടി കഴിക്കുന്നതല്ലേ, ഇതൊക്കെ ഇല്ലാതെ എന്ത് കേരളപ്പാ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നല്ല ചൂട് ഈ അടർന്നടർന്ന് വരുന്ന നല്ല പൊറോട്ട കിട്ടും. നല്ല ചൂട് കല്ലിൽ ഇങ്ങോട്ട് അടിച്ചിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഇട്ട് തരും. അതങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ കൂടെ നല്ല ചെറിയ പാത്രത്തിൽ, വലുതാവാൻ പറ്റും, ചെറിയൊരു പാത്രത്തിൽ, ഉള്ളിക്കറിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ബീഫ് തന്നെയാണ്. അപ്പോൾ ബീഫ് ഇങ്ങനെ നല്ല ഒന്നാന്തരം ബീഫ് അതിൻ്റെ കൂടെ ഇതും കൂടി ഇട്ട് ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് 3 വിരൽ കൊണ്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വായിലേക്ക് വെക്കുമ്പോണ്ടല്ലോ സാർ, ദിസ് ഈസ് കേരള സ്റ്റോറി. ഇത് താൻ നമ്മ രുചിക്ക് നമ്മ ഭക്ഷണത്തിന് നമ്മളുടെ വസ്ത്രത്തിന് ഒന്നും ആരും അധികാരമൊന്നും കൽപ്പിക്കാൻ വേണ്ട, ആരും ഭീഷണിയായിട്ട് ഇങ്ങോട്ട് വരികയും വേണ്ട. ആ കേരള സ്റ്റോറിയൊക്കെ എടുത്ത് നമ്മൾ കടലിൽ കളയും. മലയാളികളോടാണോ കളി? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ബീഫും ഈ പൊറോട്ടയും അതിൻ്റെ രുചിയും അത് തരുന്ന മനുഷ്യരുടെ സ്നേഹവും കൊണ്ടാണ് ഈ കേരളമായി മാറുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾ ബീഫ് കഴിക്കും, ഞങ്ങൾ ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾ അവിയൽ കഴിക്കും, ഞങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് ഞങ്ങൾ ബിരിയാണി കഴിക്കും, ഇഷ്ടമുള്ള സമയത്ത് ഞങ്ങൾ മീൻ കഴിക്കും. അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു ജനത ഈ നാട്ടിലുണ്ട്. അപ്പോൾ ആ നാട്ടിലെ ജനതയെ സിനിമയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മോശമാക്കാൻ ശ്രമിച്ചാലൊന്നും ആ നാട് തോറ്റുപോകില്ല.